സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വിമാനം തിരിച്ചിറക്കി, പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചിറക്കി എന്നിങ്ങനെ വിമാനങ്ങൾ സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കിയതും ഡിലേ ചെയ്തതുമായ നിരവധി വാർത്തകളാണ് സമീപകാലത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ വിമാനയാത്രകളെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. വിമാനത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്യാൻ നിർദ്ദേശം ലഭിക്കാറുണ്ട്. ഇങ്ങനെ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അപകട സാധ്യതകൾ ഉള്ളതിനാൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും എയർലൈനുകളും ഫ്ലൈറ്റ് മോഡിനെ ഗൗരവകരമായാണ് കാണുന്നത്. ഫോണിന്റെ സിഗ്നൽ വിമാനത്തിന്റെ ആശയവിനിമയ നാവിഗേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും ഇത് സുരക്ഷാ പ്രശ്നങ്ങൾക്കും വിമാനം ഡിലേ ആകുന്നതിനും ക്യാൻസൽ ചെയ്യുന്നതിനും കാരണമാകുന്നു. നിങ്ങൾ 70 മുതൽ 150 വരെ യാത്രക്കാരുള്ള വിമാനത്തിലാണെങ്കിൽ അതിൽ 3-4 ആളുകളുടെ ഫോണുകൾ കോളിനായി റേഡിയോ ടവറുമായി കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയാൽ അത് റേഡിയോ തരംഗങ്ങൾ അയക്കുന്നു. ഈ റേഡിയോ തരംഗങ്ങൾ പൈലറ്റുമാർ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റുകളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ റേഡിയോ വേവുകളിൽ തടസ്സമുണ്ടാകുന്നത് നിർദ്ദേശങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഒരു കടന്നൽ ചുറ്റിനും പറക്കുന്നത് പോലെയുള്ള അരോചക ശബ്ദം കേൾക്കുമെന്നും പൈലറ്റുമാർ പറയുന്നു. സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഇത്തരമൊരു തടസ്സം നേരിട്ട അനുഭവങ്ങളുമുണ്ട്. എയർപ്ലെയിൻ മോഡ് പ്രവർത്തനക്ഷമമാക്കാത്തത് ബാറ്ററി വേഗത്തിൽ തീർന്നു പോകാൻ ഇടയാക്കും. കാരണം നിങ്ങളുടെ ഫോൺ തുടർച്ചയായ സെല്ലുലാർ സിഗ്നലുകൾക്കായി തിരയുന്നു. ഫോൺ ഇടപെടൽ മൂലമുണ്ടായ വിമാന അപകടങ്ങൾ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഫ്ലൈറ്റ് മോഡിലേക്ക് മാറുന്നത് എപ്പോഴും മുൻകരുതൽ നടപടിയായാണ് കണക്കാക്കപ്പെടുന്നത്.